അല്പസമയ ചിന്തയ്ക്കായി ഒരു വേദവചനം വായിക്കുന്നു. എഫേസ്യ ലേഖനം 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുന്ന വിശുദ്ധ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. വിശുദ്ധ സഭയോട് കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ. ഇപ്പോഴോ അവൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഈ ഉയർപ്പ് ലഭിച്ചത്? എഫേസോസിലുള്ള വിശുദ്ധന്മാരെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരായിരുന്നു. എഫേസോസിലെന്ന് മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലുള്ള എല്ലാ വിശുദ്ധന്മാരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേർപെട്ടവരുമാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷകൻ എഴുതിയ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ വരെയുള്ള എഴുതിയ എഴുത്തിൽ നമ്മൾ വിശുദ്ധന്മാർ എന്ന് സംബോധന ചെയ്യുന്നിടത്തെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഈ ലേഖനങ്ങളും സഭയുടെ ചരിത്ര പുസ്തകങ്ങളും യേശുവിൻ്റെ ചരിത്ര പുസ്തകങ്ങളും വെളിപ്പാടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇവിടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്നുച്ചരിക്കുന്നതിൻ്റെ അർത്ഥം വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ ദാസനായ പൗലോസും ശീലാസുമായിട്ട് എഫേസോസ് എന്ന പട്ടണത്തിൽ പോയി യേശുക്രിസ്തുവിൻ്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ ആ ദേശത്ത് പാപത്താലും അതിക്രമങ്ങളാലും ലോകത്തിൻ്റെ മക്കളായി ജീവിച്ചിരുന്നവർ ദൈവദാസൻ്റെ വചനപ്രസംഗം കേൾക്കുകയും ആ കേട്ട മാത്രയിൽ ദൈവം അവരെ ഹൃദയം തുറക്കുകയും ചെയ്തപ്പോൾ, എല്ലാവരുടെയും ഹൃദയത്തെ ദൈവം തുറക്കുന്നില്ല. വചനം കേൾക്കുന്ന വചന കേൾവി സംഭവിക്കുമ്പോൾ ഈ വചന കേൾവിയുടെ മുമ്പിൽ ശ്രദ്ധിക്കുന്ന, അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തെ ദൈവം തുറക്കുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരുപക്ഷേ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവവചനം കേൾക്കുന്നുണ്ടായിരിക്കാം. അവരുടെ എല്ലാവരുടെയും ഹൃദയം ദൈവം തുറക്കുന്നില്ല. എന്തുകൊണ്ട്? വചന കേൾവിയിൽ അത് മാത്രം ശ്രദ്ധിച്ചിരുന്ന് അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഹൃദയത്തെയാണ് ദൈവം തുറക്കുന്നത്. ദൈവവചന കേൾവിയിൽ ദൈവത്തെ ശ്രദ്ധിക്കുന്ന, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന അവരുടെ ഹൃദയത്തെ ദൈവം തുറക്കുന്നു. അങ്ങനെ ഹൃദയം തുറക്കുന്നവർക്ക് പാപബോധം ഉണ്ടാകുന്നു, കുറ്റബോധം ഉണ്ടാകുന്നു. പാപബോധവും കുറ്റബോധവും ഏതൊരു വ്യക്തി വരുമോ ആ വ്യക്തി അപ്പോഴേ ദൈവസന്നിധിയിൽ താഴ്ന്നു വീണിട്ട് നിലവിളിക്കും, കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഒരിക്കൽ ദൈവദാസനായ ശീമോൻ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ് കർത്താവാകുന്ന യേശുവിൻ്റെ വചനം കേൾക്കുവാനിടയായിത്തീർന്നു. വചനം കേട്ടുകൊണ്ടിരുന്നിട്ട് കർത്താവാകുന്ന ദൈവം അവൻ്റെ മുമ്പിൽ ഒരു അത്ഭുത പ്രവൃത്തിയും കൂടി ചെയ്തപ്പോൾ ക്ഷണത്തിൽ അവൻ പറയുകയാണ്, കർത്താവേ,
ഞാൻ പാപിയാണ്, അങ്ങ് എന്നെ വിട്ട് പോകണമേ. എപ്പോഴാണ് അവന് പാവബോധം വന്നത്? ദൈവവചനം കേട്ട് അവൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ അവനെ തന്നെ സമർപ്പിച്ചപ്പോൾ, അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അവർ തിരുവെടുത്ത് പറയുന്നത് അവർ ശ്രദ്ധയോടെ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ശ്രദ്ധയോടെ കർത്താവിൻ്റെ വചന കേൾവിക്കായിട്ട് ശീമോൻ കർത്താവിൻ്റെ കരങ്ങളിൽ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവാകുന്ന ദൈവം അവരെ ഹൃദയം തുറന്നു. ഹൃദയം തുറന്ന ക്ഷണത്തിൽ ശീമോൻ പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനായ ശീമോൻ കർത്താവിൻ്റെ സന്നിധിയിൽ കാൽക്കൽ വീണു. അവനോട് നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 8-ാം വാക്യം. ശീമോൻ പത്രോസ് ഇത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവെ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. എപ്പോഴാണ് പാവബോധം വരുന്നത്? ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 19 പഠിക്കുമ്പോൾ വളർച്ചയിൽ കുറിയനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. വളർച്ചയിൽ വളരെ കുറിയനായ ഒരു മനുഷ്യൻ, അവന് സക്കായി എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അവൻ യേശുവിനെ കണ്ടു. യേശു അവനെ ശ്രദ്ധിച്ചു. കർത്താവിനെ കാണേണ്ടതിന് ജനത്തിൻ്റെ ഇടയിലേക്ക് ചെന്നപ്പോൾ കാണാൻ പറ്റാത്തത് കൊണ്ട് അവൻ വഴിയിൽ മുന്നോട്ടോടി. യേശു കടന്നു വരുന്ന ഒരു വഴിയിലുള്ളൊരു കാട്ടത്തി വൃക്ഷത്തിന് മേളിൽ കയറി. കർത്താവ് താഴെ വന്നിട്ട് മേളോട്ട് നോക്കി. യേശു ശ്രദ്ധിച്ച അതേ വേളയിൽ സക്കായിയുടെ ഹൃദയത്തിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിച്ചു. യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സക്കായിയുടെ ഹൃദയത്തിലേക്ക്, യേശുവിനെ നോക്കിക്കൊണ്ടിരുന്ന സക്കായിയുടെ ഹൃദയത്തിലേക്ക് ദൈവശക്തി അയച്ചു. എപ്പോഴാണത് സംഭവിക്കുന്നത്? വചനമായ യേശു ക്രിസ്തു നടന്നു വരുമ്പോൾ യേശുവിനെ ശ്രദ്ധിച്ച സക്കായി, ശീമോൻ, യോഹന്നാന്റെ മോനെ ശീമോൻ, യേശുവിൻ്റെ വചന പ്രസംഗ കേൾവി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറന്നു. അപ്പോഴവർ പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയാണ്. സക്കായി പറയുന്നത് ഞാൻ പാപിയാണ്. ശീമോൻ പറയുന്നത് ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവം വിടുതലയക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് യേശുവിൻ്റെ സഭയുടെ അംഗമായി തീരുവാൻ? കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന, വചനം കേൾവിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന, ദൈവവചന കേൾവിയിൽ ഏൽപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിനായി നമ്മളെ ആരെ തന്നെ വിധേയരാക്കി കൊടുക്കുന്നോ ആ വ്യക്തിയുടെ ഹൃദയം തുറന്നുകൊണ്ട് ദൈവമായ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത് കർത്താവിൻ്റെ ദാസൻ എഫെസോസ് ദേശത്ത് പോയി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന വേളയിൽ എഫെസോസിലുള്ള ദൈവവചനപ്രകാരം വിശുദ്ധീകരിക്കപ്പെടുവാൻ മുൻനിയമിക്കപ്പെട്ടവർ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ അവരെ ഹൃദയങ്ങളെ വിധേയമാക്കി, ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അവരുടെ ഹൃദയം തുറന്നപ്പോൾ അവർക്ക് ലഭിച്ചൊരു പദവിയാണ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം. അപ്പം എഫെസോസിലുള്ള വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടാനുള്ള ഒരു പദവി, ഈ വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുവാനുള്ള പദവിക്ക് മുമ്പ് അവരുടെ അഡ്രസ്സാണ് പൗലോസ് പറയുകയാണ്,
നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടോ ദൈവവചനവുമായിട്ടോ യാതൊരു ബന്ധവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ ജനിച്ചപ്പോൾ പ്രാകൃത ആരായിരുന്നു? പാപികളായിരുന്നു. ദൈവവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ആകയാൽ നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് ചെയ്തുകൊണ്ടിരുന്നതല്ല, എന്ന് എങ്ങനെയായിരുന്നു? പാപമായിരുന്നു. ആകയാൽ നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ നിമിത്തം നിങ്ങൾ മരിച്ചവരായിരുന്നു. നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അഥവാ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ജീവിക്കുന്നത് യേശുവിൻ്റെ വഴികളിലൂടെ അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ പ്രവർത്തികൾ നിമിത്തം നിങ്ങൾ ആരായിരുന്നു? മരിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യഥാർത്ഥമായി യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ദൈവ വഴികളിലൂടെ നടക്കേണ്ടതുപോലെ നടക്കുന്നില്ലാത്ത പക്ഷം നമ്മുടെ പ്രവർത്തികൾ നമ്മളെ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് നടത്തുവാൻ കാരണമായി തീരും. ചിലരൊക്കെ കർത്താവാകുന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് സ്ഥാനങ്ങൾ, മാനങ്ങൾ, ദൈവത്തെക്കാൾ അധികം മനുഷ്യനാലുള്ള പേരും പെരുമയ്ക്കും വേണ്ടി, പേരും പ്രശസ്തിക്കും വേണ്ടി അവർ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ പിന്നാകട്ടെ, നാളെ ആകട്ടെ, പിന്നനുസരിക്കാം എന്ന് പറഞ്ഞിങ്ങനെ വിട്ട് പോകുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും അവർ പുറകോട്ട് അവരെ സ്വയം മാറ്റിവെക്കും തോറും, അതായത് അവർ പിന്നൊരിക്കലാകട്ടെ എന്ന് പറഞ്ഞ് പുറകോട്ട് പോകും തോറും അവർ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവഹിതം എന്താണെന്ന് അറിയാം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഈ വ്യക്തികൾക്കറിയാം. എങ്കിലും അവരെന്ത് ചെയ്യുന്നു? ആ ഇഷ്ടത്തെക്കാൾ അധികം അവരുടെ ജഡത്തിൻ്റെ ആലോചനയ്ക്കും അല്ലെങ്കിൽ പിശാചെ തരുന്ന ആലോചനയ്ക്കും വിധേയരാകുന്നു. ചിലരൊക്കെ ഭാര്യയെ ഭയപ്പെട്ട്, മക്കളെ ഭയപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിനെ ഭയപ്പെട്ട്, മക്കളെ ഭയപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തെ ഭയപ്പെടുന്നവരായിരിക്കാം, ചാർച്ചക്കാരെ ഭയപ്പെടുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ചിലർക്ക് സ്ഥാനങ്ങളും മാനങ്ങളുമായിരിക്കാം. ഒരുപക്ഷെ അവർ ഒരു ലോക്കൽ പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായിരിക്കാം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനേക്കാൾ അധികം അവർ ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നവരാണ്. ഇതിൻ്റെ ഫലമായിട്ട് അവർ ഓരോ പ്രാവശ്യവും ജീവന്റെ വചനം കേട്ടിട്ട് പുറകോട്ട് പോകും തോറും അവർ ബന്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയരെ, നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ വചനമാകുന്ന അപ്പോസ്തോലിക ഉപദേശങ്ങൾ നമ്മൾ കേട്ടിട്ട് നമ്മൾ പുറകോട്ട് പോകും തോറും നമ്മൾ ബന്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തിരിച്ച് അപ്പോസ്തോലിക ഉപദേശങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ മറ്റു ആരെയും നമ്മൾ ഭയപ്പെടാതെ, ദൈവവചനം അനുസരിക്കുന്നതിന് ആരെയും ഭയപ്പെടാതെ, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന മാത്രയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് അത് അനുസരിക്കുന്നതാണെങ്കിൽ നമ്മൾ അനുസരിക്കുന്ന വചനം നിമിത്തം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് അങ്ങനെ സകലത്തിലും ക്രിസ്തു എന്ന തലയോളം നമ്മൾ സ്വതന്ത്രരായിത്തീരും. നമ്മൾക്ക് അടിസ്ഥാനമായിട്ടിരിക്കുന്ന അടിസ്ഥാനം തന്നെ എങ്ങനെയാകുന്നു? അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമാണ്. 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരെന്നും പ്രവാചകന്മാരെന്നും അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അപ്പം ദൈവസഭയ്ക്ക് ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്നത് അപ്പോസ്തോലന്മാരെന്നും അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ്. അർത്ഥാൽ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവിക വചനപ്രകാരമുള്ള ജീവിതം. അടിസ്ഥാന ഉപദേശം ആയ പത്രോസിൻ്റെ ഉപദേശം, അത് അടിസ്ഥാന ഉപദേശം. അതിനുശേഷമുള്ള മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ജീവിതം. അടിസ്ഥാനം ശരിയാകണം. അടിസ്ഥാനം ശരിയില്ലെങ്കിൽ ജീവിതം കൊണ്ടൊരർത്ഥവുമില്ല. അതിനുശേഷമുള്ള പ്രവചനം എന്ന് പറയുന്നത് പ്രവാചകൻ, യഥാർത്ഥ പ്രവാചകൻ, ദൈവവചനം അനുശാസിക്കുന്ന പ്രവാചകൻ, ദൈവഹിതപ്രകാരമുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തിരുവഴുത്തിലേക്ക് ജനത്തെ മടക്കി വരുത്തി അവരെ ആത്മീയമായി വളർത്തുന്നവൻ. ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ അടിസ്ഥാനം പത്രോസിന്റെ ഉപദേശവും ആമേൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അപ്പോസ്തോലിക ഉപദേശങ്ങളും, ശേഷം ദൈവത്താൽ നിയുക്തനായ അഭിഷിക്ത ശുശ്രൂഷകൻ നിയോഗിക്കുന്ന വിശുദ്ധ സഭയിലുള്ള ദൈവിക ആലോചനയും ഇവ കേട്ട് അനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിൽ വളർന്ന് ഇങ്ങനെ വിശ്വാസത്തിൽ വളർന്ന് നമ്മൾ കേൾക്കുന്ന വചനത്തിൻ്റെ കേൾവിയാൽ ഉണ്ടാകുന്ന ഫലമാണ് വിശ്വാസം. വചന കേൾവിയിലാണ് വിശ്വാസവർദ്ധന ഉണ്ടാകുന്നത്. അങ്ങനെ വിശ്വാസവർദ്ധനയിലൂടെ നമുക്കുണ്ടാകുന്ന മാറ്റം, അതാണ് വിശ്വാസം. വചന കേൾവിയിലൂടെ വചനം അനുസരിക്കുന്നത് പോലെ നമുക്കുണ്ടാകുന്ന, നമ്മുടെ അന്തർഭാഗത്തുണ്ടാകുന്ന ഫലമാണ് വിശ്വാസം. ആ വിശ്വാസത്താലുള്ള മുന്നേറ്റമാണ് നമ്മുടെ വളർച്ച. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥ അടിസ്ഥാനത്തിൽ വരണം. എഫെസോസിലുള്ള ദൈവസഭയ്ക്ക് ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന അക്കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ഒരു ഉപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേസിക്കായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങളുടെ വീണ്ടും ജനനത്തിന് അനിവാര്യമായ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് പ്രിയരെ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ എങ്ങനെ യേശു ജനനമെടുത്തോ അതേപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ സ്നാപകൻ യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങളെ ജലാശയത്തിലേക്ക് സ്നാനപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഏതൊരു ഹൃദയത്തിലേക്ക് ദൈവം അയക്കുന്നുവോ ആ ഹൃദയം മാത്രമേ വീണ്ടും ജനിക്കുകയുള്ളൂ. ആ ഹൃദയത്തിൽ മാത്രമേ വീണ്ടും ജനനം ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ആരുടെ ഹൃദയത്തിൽ അയക്കാതിരിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം ഉണ്ടാകില്ല. വീണ്ടും ജനനം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കപ്പെടണം. വീണ്ടും ജനനം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കപ്പെടണം. പരിശുദ്ധാത്മാവ് അയക്കപ്പെടാത്ത ഒരു ഹൃദയത്തിലും ദൈവഹിതപ്രകാരമുള്ള വീണ്ടും ജനനം ഉണ്ടാകില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന യേശു ക്രിസ്തുവിനെ ഏതൊരു ഹൃദയത്തിലേക്ക് അയക്കുന്നുവോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മാത്രമേ വീണ്ടും ജനനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എഫെസോസിലുള്ള വിശുദ്ധ ജനം വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പായിരുന്നു അവർ അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ദൈവവചന കേൾവിയാൽ ദൈവയുടെ ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ദൈവവചന പ്രകാരം അവർ വിശുദ്ധ ജീവിതം നയിപ്പാൻ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നടുവിൽ നിന്ന് വേർപാട് ആചരിപ്പാൻ അവർ മനസ്സ് വെച്ചപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തെ തുറന്നു. എന്താണ് വക്രതയും കോട്ടമുള്ള തലമുറ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ദൈവദാസനായ പൗലോസ് ദൈവസഭയ്ക്ക് ആലോചന പറയുമ്പോൾ അതിൻ്റെ 38 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിനെ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. എന്നിട്ട് 40-ാം വാക്യത്തിൽ പറയുക, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ദൈവജനമാകുന്ന നമ്മൾ എവിടെ നിന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്? വക്രതയുള്ള ജനത്തിൻ്റെ ഇടയിൽ 2 തലത്തിലുള്ള വക്രതയുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ വഴിയിൽ രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്നും. 2, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നുവെങ്കിലും യേശുക്രിസ്തുവിനെ നാമത്തിൽ സ്നാനപ്പെടാത്ത ജനത്തിൻ്റെ ഇടയിൽ നിന്നും. കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു, സത്യവചനത്തെക്കുറിച്ച് അവർക്കറിയാം, പക്ഷെ അവർക്ക് യേശുക്രിസ്തുവിനെ സ്നാനപ്പെട്ടിട്ട് ദൈവത്താലുള്ള നിന്ന സഹിക്കാൻ വയ്യ, ദൈവത്താലുള്ള കഷ്ടം സഹിക്കാൻ വയ്യ. യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ന സഹിക്കുവാൻ, കഷ്ടം സഹിക്കുവാൻ വയ്യാത്ത ജനത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം?
വേർപാടാചരിക്കണം. അപ്പം വക്രതയും കോട്ടവുമുള്ള തലമുറ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാതെ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്നയോ കഷ്ടമോ ഒറ്റപ്പെടലോ ദാരിദ്ര്യമോ ഇങ്ങനെ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ പേര് നിമിത്തം, യേശുക്രിസ്തുവിൻ്റെ പേര് നിമിത്തം കഷ്ടം സഹിക്കാൻ മനസ്സില്ലാത്ത. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ നിമിത്തം, എൻ്റെ പേര് നിമിത്തം നിങ്ങളെക്കുറിച്ച് സകല ചതിവും കളമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എൻ്റെ പേര് നിമിത്തം നിങ്ങളെ നിന്ദിക്കുകയും എൻ്റെ പേര് നിമിത്തം നിങ്ങളെ നിന്ദിക്കുകയും ദുഷിക്കുകയും നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ അനുഭവം പ്രാപിപ്പാൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി അവൻ കഷ്ടം സഹിക്കുവാൻ, അപമാനിക്കപ്പെടുവാൻ, നിന്ദിക്കപ്പെടുവാൻ, ഒറ്റപ്പെടുവാൻ, യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം അവൻ ഒന്നുമില്ലാത്തവനായി തീരാണ്ടി വന്നാൽ അങ്ങനെതായി തീരുവാൻ ഇഷ്ടമില്ലാത്ത ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥമായി യേശുവിനെ സേവിക്കുന്നവർ വേർപാടാചരിക്കണം. ഒന്നാമത്തത്, രക്ഷിക്കപ്പെടാത്ത ലോകത്തിൻ്റെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമ്മൾ വേർപാടാചരിക്കണം. 2, സത്യത്തെ യഥാർത്ഥമായി ധരിപ്പാൻ മനസ്സില്ലാത്ത, ദൈവവചനത്തിന് ദൈവഹിതപ്രകാരം ദൈവത്തെ ധരിപ്പാൻ മനസ്സില്ലാത്തവരുടെ ഇടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേർപാടാചരിക്കണം. അപ്പോൾ യഥാർത്ഥമായ യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട ഒരു വിശുദ്ധന് 1-ാം നൂറ്റാണ്ടിൽ ഒരു തലത്തിലുള്ള വേർപാട് മാത്രമേ ഉണ്ടായിരുന്നു. വക്രതയും കോട്ടമുള്ള തലമുറ രക്ഷിക്കപ്പെടാത്ത ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വേർപെട്ടാൽ മതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന സൂത്രക്കാർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അവർക്ക് സത്യവചനത്തെ യഥാർത്ഥമായി ധരിച്ച് ലജ്ജിപ്പാൻ വകയില്ലാതെ വേലക്കാരനായിരിക്കാൻ, ദൈവത്തിന് കൊള്ളാമെന്നായിരിക്കാൻ മനസ്സില്ല. അവര് സ്തോത്രം, ഈ നമ്മൾ ലൂക്കോസ് 19-ാം അധ്യായം പഠിക്കുമ്പോൾ ധനവാനായൊരു മനുഷ്യനെ കുറിച്ചും ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. 16-ാം ലൂക്കോസിന്റെ 16. ഹല്ലേലൂയ. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ധനവാനായ ഒരു മനുഷ്യൻ, ലാസർ, നമ്മളെക്കാളും ഭേദമായി ധനവാനായ മനുഷ്യൻ. ശരീരം തല മുതൽ പാദം വരെയും വ്രണമായിരിക്കുന്ന ആ വ്രണത്തിൽ വന്നിട്ട് അത് പഴുത്ത് അതിൻ്റെ ചലം വെളിയിലേക്ക് ഒഴുകി അതിൽ നാറ്റം വെക്കുമ്പോൾ ഈച്ച വന്ന് ഇരുന്നിട്ട് അതിനകത്ത് മുട്ടയിട്ട് പുഴുക്കളായി ഇങ്ങനെ ഓട്ടും കഷ്ടം കൊണ്ട് ഓരോ പുഴുക്കളെയും നുള്ളി പറക്കി കളയുമ്പോൾ എന്തുമാത്രം നാറ്റമാണ്. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണം നക്കുമായിരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യന് പടിവാതുക്കൽ താമസിക്കാൻ സമ്മതിച്ചു. വീടിൻ്റെ പടിവാതുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗേറ്റ്. പണ്ടകാലത്ത് വീട്ടിലേക്ക് കയറുന്നിടത്ത് പടിക്കൽ എന്ന് പറഞ്ഞ പടിവാതുക്കൽ നമ്മുടെ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് മുകളിൽ മേൽക്കൂരയൊക്കെ ഉണ്ടാക്കി അത് നല്ലവണ്ണം വൃത്തിയാക്കി. ഇന്നത്തെ ഗേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത നനയും, അന്ന് വെയിലും മഴയൊന്നും നിൽക്കാതെ അതിനകത്തിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. അങ്ങനെയുള്ളൊരു പടിവാതുക്കൽ ലാസറിനെ ഇരുത്തിയ വ്യക്തിയാണ് ധനവാൻ. എന്നിട്ടും അവൻ മരിച്ചപ്പോൾ എവിടെ പോയി വീണു? ഈ കടന്നു യാതനാ സ്ഥലത്ത്. ഹല്ലേലൂയ. ചിലർക്ക് ഈ ഭൂമിയിൽ, അതായത് സൂത്രത്തിൽ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. അവരോടായിട്ട് പറയുകയാണ്, ആമേൻ, ഇവിടെ ധനവാനുമായിരിക്കണം എന്ന് വെച്ചാൽ യേശുവിനെ വാസ്തവമായി ഏറ്റെടുത്ത് സേവിക്കാൻ മനസ്സില്ല, എന്നാൽ സ്വർഗത്തിൽ ലാസറായിട്ടിരിക്കുകയും വേണം. ഇത് രണ്ടും കൂടെ നടക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം കഷ്ടവും പട്ടിണിയും രോഗവും ദുഃഖവും വേദനയും നിന്ദയും പരിഹാസവും ആക്ഷേപവും ആമേൻ ലോകത്തിൽ നിന്നുള്ള പ്രശ്നവും എല്ലാം സഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ സ്തോത്രം, യേശുക്രിസ്തുവിന് ഹൃദയംഗമായി സ്നേഹമുണ്ട്, യേശുക്രിസ്തുവിന് സ്നാനപ്പെടുന്ന സത്യമാണെന്ന് അറിയുകയും ചെയ്യാം, പക്ഷേ യേശുക്രിസ്തുവിന് വേർപാടനുസരിക്കാൻ പറ്റുന്നുമില്ല. ഇങ്ങനെയുള്ള ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേർപാടാചരിക്കണം. അല്ലല്ലേ? സത്യത്തെക്കുറിച്ച് അറിവില്ലാത്ത ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വേർപാടണമെന്നല്ല ഞാൻ പറഞ്ഞത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ട്
സത്യത്തെ യഥാർത്ഥമായി സേവിക്കുവാൻ മനസ്സില്ലാത്തവരുടെ ഇടയിൽ നിന്ന് വേർപാട് ആചരിക്കണം. സ്തോത്രം. ഞാൻ ഒന്നും കൂടെ പറയുന്നു, സത്യത്തെക്കുറിച്ച് അറിയത്തില്ല, കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, കൂടുതൽ അറിവൊന്നും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു പരിജ്ഞാനമില്ലായ്കയാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവർക്കൊക്കെ നന്മ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല. എന്നാൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും അവർ യേശുക്രിസ്തുവിനെ പേരിലുള്ള നിന്നേക്കാൾ ലോകത്തിലെ നന്മയെ ധനമെന്ന് എണ്ണുകയാണ്. ഒരുപക്ഷെ അവ മുഖ്യ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ മഹാപുരോഹിതനായിരിക്കാം, അല്ലെങ്കിൽ ജൂനിയറും സീനിയറുമായ പുരോഹിതന്മാരായിരിക്കാം, ഇല്ലെങ്കിൽ ശാസ്ത്രിയായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷന്മാരായിരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവത്താലുള്ള മാന്യതയേക്കാൾ മനുഷ്യൻ്റെ മാന്യതയെ വലുതായി കാണുന്ന എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, യേശുക്രിസ്തുവിന് സത്യോപദേശത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ടും ആ അറിവിൻ പ്രകാരം കർത്താവിനെ സേവിപ്പാൻ മനസ്സില്ലാത്ത കുറേയേറെ ജനങ്ങളുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വേർപാട് ആചരിക്കണം. പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ വഴി എക്കാലത്ത് നിന്ദയും പരിഹാസവും ഉള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ വഴിയിൽ തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. യേശു കർത്താവ് അത് പറയുന്നു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലതും പേരും പ്രശസ്തിയും മാനവും ഉയർച്ചയും ഉന്നതിയും ലോകം അറിയും, ചർച്ച അറിയും, പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. അവർക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട, ലോകത്തിൻ്റെ മാന്യത വേണ്ട, ലോകത്തിൻ്റെ പ്രശംസ വേണ്ട. ലോകം എന്നെക്കുറിച്ച് ഒന്നും പറയുന്നത് അവർ താല്പര്യപ്പെടുന്നില്ല. ആരെങ്കിലും പ്രശംസിച്ചാൽ പോലും പ്രശംസ വേണ്ടെന്ന് ഹൃദയംഗമായി അവർ മനസ്സിലാക്കുകയും ആ പ്രശംസ വാക്കിന് ഇടം കൊടുക്കാതെയും അവർ താഴ്മയോടും എളിമത്തോടും കൂടെ ജീവിക്കുന്നവരുമായിരിക്കും. പ്രിയരെ, 3 തലത്തിലുള്ള പരീക്ഷയാണ് ഏദേനിൽ ഔവാമ്മയ്ക്ക് നേരിട്ടത്. 1 കൺമോഹം, 1 ജഡമോഹം, 3 ജീവനത്തിൻ്റെ പ്രതാപം. പ്രൈസ് ദി ലോർഡ്. ഈ 3 വിഷയത്തിലാണ് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷം യേശു സ്നാനപ്പെട്ടതിന് ശേഷം പരീക്ഷ ഏൽപ്പിക്കപ്പെട്ടത്. ഏത് വിഷയത്തിന്? യേശു സ്നാനപ്പെട്ടതിന് പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. വെള്ളം കുടിച്ചില്ല എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്തായാലും 40 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥന ഉണ്ടായി. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. 3 തലത്തിലുള്ള പരീക്ഷയാണ് യേശുക്രിസ്തുവിനുണ്ടായത്. ഈ 3 പരീക്ഷകളാണ് ഏദേനിൽ ഔവാമ്മച്ചിക്ക് സംഭവിച്ചത്. ഔവാമ്മയ്ക്ക് പരീക്ഷ സംഭവിച്ചത് ഈ 3 തലത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചു വരുന്നായിരുന്ന നമ്മൾ ഏതവനെയും കർത്താവാകുന്ന ദൈവം രക്ഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? അവർ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരായിരിക്കാൽ അവർ സ്നാനത്തോടുകൂടി യേശുക്രിസ്തുവിനെ ധരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണ ഉയർപ്പിന് പങ്കാളിത്തം വഹിക്കുന്നു. ഇങ്ങനെ അവർ രഹിതയാകുന്നു യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം. പ്രകാരമാണെന്ന് കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടി പറയട്ടെ. സ്നാപകൻ നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ ഉച്ചരിക്കുന്ന വാക്ക്, ഞാൻ നിന്നെ പാവങ്ങളുടെ മോചനത്തിന്, അപ്പോസ്തോലിക ഉപദേശപ്രകാരവും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള കൽപ്പന പ്രകാരവും പാവങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ജലാശയത്തിലേക്ക് സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തുമ്പോൾ, ഈ സ്നാപകൻ ഏറ്റുപറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തമാണ് പാവമോചനം ലഭിക്കുന്നത്. ആർക്ക്? സ്നാനപ്പെടുന്ന വ്യക്തിക്ക്. സ്നാനപ്പെടുത്തുന്ന വ്യക്തിക്കല്ല, സ്നാനപ്പെടുന്ന വ്യക്തിക്ക്
പാവമോചനം ലഭിക്കുന്ന ഏത് പേരിലാണ്? യേശുക്രിസ്തു എന്ന പേരിൽ. യേശുക്രിസ്തു എന്ന പേരിൽ സ്നാപകൻ ഉച്ചരിക്കാതിരുന്നാൽ സ്നാനപ്പെടുത്തുന്ന വ്യക്തിക്ക് പാവമോചനം ലഭിക്കില്ല. പാവമോചനം ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് പ്രവേശിക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടിയുള്ള പ്രവേശനം? വീണ്ടും ജനനത്തിനായിട്ടുള്ള പ്രവേശനം. അപ്പം ആരാണ് നമ്മളിൽ വീണ്ടും ജനിക്കുന്നത്? വചനമാകുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മളിൽ വീണ്ടും ജനിക്കുന്നത്. ഇങ്ങനെ കർത്താവിനെ സന്നിധിയിൽ സമർപ്പിച്ച ദൈവത്തിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് പരസ്യമായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുക സ്നാനത്തോടുകൂടി. ഇങ്ങനെ സ്നാനത്തോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിക്ക്, സ്തോത്രം, 3 വിധ പരീക്ഷകൾ സഹിക്കേണ്ടി വരും. 1, കല്ലപ്പമാകുക. 2, ദൈവത്തെ പരീക്ഷിക്കുക. 3, ആരാധന വിഷയം. ഹല്ലേലൂയ. ഈ വക 3ലുമാണ് ഏദേനിൽ മനുഷ്യൻ്റെ മേൽ പിശാച് ജയമെടുത്തത്. യേശുവിൻ്റെ പരിശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ നമ്മുടെ സ്ഥാനാധിപതി ഈ 3 വിഷയത്തിന്മേൽ ജയമെടുത്തുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, എക്കാലത്തും ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ഈ 3 വിധത്തെ വിഷയത്തിന്മേൽ ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ ദൈവത്തിന് ദൈവഹിതപ്രകാരം നമ്മെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ഈ 3 കാര്യത്തിലും നമുക്ക് വിജയം വേണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പേരിലേ പറ്റുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പേരൊഴികെ നമുക്ക് നമ്മുടെ ആത്മാവിലും ജീവനിലും ശരീരത്തിലും വ്യാപരിക്കുന്ന പൈശാചിക സ്വഭാവങ്ങളെ ജയിക്കാൻ പറ്റുകയില്ല. അത് ജയിക്കണമെങ്കിൽ 1, കല്ലപ്പമാക്കുക, അത് ജഡത്തിൽ നിന്ന് വ്യാപരിക്കുന്ന പാപസ്വഭാവങ്ങൾ. 2, ദൈവത്തെ പരീക്ഷിക്കുക, ദേഹിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പൈശാചിക പരീക്ഷകൾ. 3, ആരാധന, ആത്മാവിൽ നിന്നുണ്ടാകുന്ന പൈശാചിക ശക്തികൾ. ഈ 3 തലത്തിലുമുള്ള പരീക്ഷകൾ മനുഷ്യൻ എന്നെ പ്രഥമ സ്ഥാനം തരണം, എല്ലാവരും എന്നെ നല്ലതെന്ന് പറയണം, എല്ലാവരും എന്നെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് ആത്മാവിൻ്റെ തലത്തിലുള്ള ആരാധന. കർത്താവിൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ പിശാച് പറയണം, നീ എന്നെ നമസ്കരിക്കും, ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. അതായത് ആരാധന. മരണത്തിനായിട്ടുള്ള പാവം, ആത്മാവിൻ്റെ തലത്തിലുള്ള പാവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും യേശുക്രിസ്തുവിന് വേണ്ടി വേർപാടാചരിക്കുക. വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപെടുക. വക്രതയും കോട്ടമുള്ള തലമുറയിൽ നമ്മൾ വേർപെടണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പേര് നാം ധരിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ദേഹിയിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ ദേഹിയിലും ശരീരത്തിലും ഒരേപോലെ ദൈവത്തിൻ്റെ പേര് ധരിക്കുന്ന ദൈവത്തിൻ്റെ ഏക കൽപ്പനയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസസ്നാനം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ജഡത്തെയും ജഡത്തിലുള്ളതിനെയും ദേഹിയും ദേഹത്തിലുള്ളതിനെയും പിശാചിനുള്ളതും പിശാച് ആത്മാവാകയാൽ ആത്മാവിലുള്ളതിനെയും ജയിക്കുവാൻ നമുക്ക് കഴിയും. സക്രിയ 4:4 സൈന്യത്താലും ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ എന്ന് കർത്താവ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സൈന്യവും ശക്തിയും എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗത്തെ കാണിക്കുന്നു. ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് കൃപായുഗത്തെ കാണിക്കുന്നു. കർത്താവാകുന്ന ദൈവം കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ, ഹല്ലേലൂയ, സക്രിയ 4:6 സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിൻ്റെ അത്രേ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സക്രിയാവിനോടുള്ള കർത്താവിൻ്റെ അരുളപ്പാടാണിത്. സൈന്യത്താലുമല്ല
ശക്തിയാലുമല്ല. സക്രിയാവ് എന്ന് പറയാൻ സക്രിയാവിൻ്റെ വിഷയം ഒരു പ്രധാന വിഷയമാണ്. തലമുറ ബന്ധത്തിൽ സക്രിയാവിൻ്റെ പുത്രനായിട്ട് വരും യോസഫ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് സക്രിയാവിനെ ഇങ്ങനെയുള്ള ഒരു ആലോചന വന്നത്. ദാവീദ് എന്ന് പറയുമ്പോൾ സക്രിയാവിൻ്റെ അപ്പനായിട്ട് വരും. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ദൈവഹിതപ്രകാരം ഒരു വേർപാട് ആചരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിച്ച യേശുക്രിസ്തുവിനെ സകലത്തിലും കീഴ്പ്പെട്ട് അനുസരിച്ച് വണങ്ങി നമസ്കരിച്ച് വക്രതയും കോട്ടമുള്ള തലമുറന്ന് വേർപാട് ആചരിക്കുവാൻ, നമുക്ക് സൗജന്യമായി തന്ന ഉയർപ്പിൻ്റെ സാക്ഷ്യത്വം വഹിക്കുവാൻ, 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവിക വ്യവസ്ഥ പ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പുതിയ സൃഷ്ടിയായി സൃഷ്ടിത്വം ധരിച്ച്, പുതിയ സൃഷ്ടിത്വം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കുകൂടെ പറഞ്ഞു പോകട്ടെ, നമ്മളിൽ യേശുക്രിസ്തു വീണ്ടും ജനിക്കുകയാണ്. യേശുക്രിസ്തു വീണ്ടും ജനിക്കാനുള്ള കാരണം, യേശുക്രിസ്തു നമ്മിൽ മരിച്ചുപോയി. എന്ന് മരിച്ചു? ഏദനിൽ വെച്ച് മരിച്ചുപോയ യേശുക്രിസ്തു നമ്മളിൽ വീണ്ടും ജനിക്കുകയാണ് ആത്മാവിൻ്റെ ജനനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ആരാ പരിശുദ്ധാത്മാവ്? യേശുക്രിസ്തു എന്ന പരിശുദ്ധ നമ്മുടെ മേൽ, നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമുക്ക് വീണ്ടും ജനനം സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു രണ്ടാമതും ജനിക്കാനുള്ള കാരണം എന്താണെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുക. ശത്രു നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ഇടവരുത്തരുതേ. ദൈവത്തെ ഭക്തിയോട് സേവിക്കുക. യേശുക്രിസ്തു നമുക്ക് തരുന്ന മാന്യതയേക്കാൾ, ഉയർച്ചയേക്കാൾ, ഉന്നതിയേക്കാൾ, പേരിനേക്കാൾ, പ്രശസ്തിയേക്കാൾ ലോകത്തിൽ ഒന്നും വേണ്ട എന്ന് നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് ആഗ്രഹിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരം അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് അവനെ സേവിച്ച് ഏത് നിമിഷത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്കാവോളം ശ്രമിച്ചുകൊണ്ട് വിശുദ്ധ ജീവൻ നയിക്കുവാൻ പരിശുദ്ധ പിതാവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാരും നമ്മളെ ഉയർപ്പിച്ച ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.